Winding roads that kiss the clouds, steps that shake the mountain loud. The air is thin, but I'm alive. Every turn, a new surprise. Golden bridges, hands of stone. Feel the world, it's all your own. Skyline dreams, they're calling me above the world, where I'm meant to be. Banner hills, we're flying free. Higher, higher, endlessly. എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്ത് അസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിയറ്റ്നാമിൽ 3-ാമത്തെ ദിവസമാണിന്ന്. ഞങ്ങളിപ്പോൾ ഉള്ളത് ദനാങ്ങിലാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് വിയറ്റ്നാമിലെ ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നോൺ സ്റ്റോപ്പ് കേബിൾ കാറുമുള്ള ബാന ഹിൽസിലേക്കാണ്. ഹോട്ടലിൽ നിന്ന് ടാക്സി പിടിച്ച് ഞങ്ങൾ ബാന ഹിൽസിൻ്റെ എൻട്രി പോയിന്റിലെത്തി. ഹോട്ടലിൽ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക്. ഇവിടെ നിന്ന് ബാന ഹിൽസിൻ്റെ മുകളിലേക്ക് പോകാനുള്ള കേബിൾ കാർ സ്റ്റേഷനിലേക്ക് ഫ്രീ ഷട്ടിൽ ബസ് ഉണ്ട്. ഞങ്ങൾ അതിൽ കയറി. ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. 5 മിനിറ്റിൽ ഞങ്ങൾ കേബിൾ കാർ സ്റ്റേഷനിലെത്തി. ബാന ഹിൽസിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് 3318 രൂപയാണ്. ഇതിൽ ആൽപൈൻ കോസ്റ്റർ റൈഡും ഉൾപ്പെടും. ക്ലൂക്കിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് കാണിച്ച് ഉള്ളിലേക്ക് നടന്നു. വളരെ വലിയ ഒരു കെട്ടിടമാണിത്. പോകുന്ന വഴിയിൽ ഒരു ഫുഡ് കോർട്ട് കണ്ടു. അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് ഉള്ളിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ എല്ലാവർക്കും 2 കൂപ്പൺ വീതം കൊടുക്കുന്നുണ്ട്. ബിയർ കൂപ്പൺ ആണിത്. ഒരു കൂപ്പണിന് 250 ml ബിയർ ലഭിക്കും. സൺക്രാഫ്റ്റ് ബിയറിൻ്റെ എന്തോ ഫെസ്റ്റിവൽ പ്രമാണിച്ച് കോംപ്ലിമെൻ്ററി ആണിത്. ഞങ്ങൾ കേബിൾ കാർ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് നടന്നു. ഒരു 5 സ്റ്റാർ ഹോട്ടലിന് സമാനമായ ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. പോകുന്ന വഴിയിൽ ധാരാളം കടകളുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. അതിനാൽ ആളുകളെ പല ക്യൂവിൽ നിർത്തിയാണ് സ്റ്റേഷനുള്ളിൽ പ്രവേശിപ്പിക്കുന്നത്. കുറെ നടന്നു വേണം കേബിൾ കാറിൽ കയറുന്ന സ്ഥലത്തെത്താൻ. അങ്ങനെ ക്യൂവിൽ നിന്ന് അവസാനം ഞങ്ങൾ ടിക്കറ്റ് കാണിച്ച് ഉള്ളിലേക്ക് കയറി. 100 സെൻറ്റിമീറ്റർ താഴെ ഉയരമുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ ട്രാക്ക് നോൺ സ്റ്റോപ്പ് കേബിൾ കാർ. 5.8 കിലോമീറ്ററാണ് നമ്മൾ ഈ കേബിൾ കാറിൽ സഞ്ചരിക്കാൻ പോകുന്നത്. ഏകദേശം 20 മിനിറ്റ് എടുക്കും ബാന ഹിൽസിൻ്റെ മുകളിലെത്താൻ. ഇപ്പോൾ സീ ലെവലിൽ നിന്ന് 100 അടി മാത്രം ഉയരത്തിലാണ് ഞങ്ങൾ ഉള്ളത്. മുകളിലെത്തുമ്പോൾ അത് 5000 അടിയായി ഉയരും. കേബിൾ കാറിലൂടെ പോകുമ്പോൾ താഴെ മലകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയുടെ മനോഹരമായ ദൃശ്യം കാണാൻ സാധിക്കും. അതുമാത്രമല്ല ബാന ഹിൽസിൻ്റെ താഴ്വരയും മലകളും കാടുകളും നിറഞ്ഞ അതിമനോഹരമായ കാഴ്ചകളും കാണാം. മലയുടെ മുകളിൽ കോടമഞ്ഞ് മൂടി നിൽക്കുന്നുണ്ട്. മുകളിലെത്തിയാൽ തണുത്ത അന്തരീക്ഷമാണ്. ഇവിടെ ഇപ്പോഴും പുതിയ കെട്ടിടങ്ങളുടെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മൾ ബാന ഹിൽസിൻ്റെ മുകളിലെത്തി. വിയറ്റ്നാം ഫ്രഞ്ച് അധീനതയിലായിരുന്ന സമയത്ത് ഫ്രഞ്ചുകാർ വേനൽക്കാലങ്ങളിൽ താമസിക്കുന്നതിന് വേണ്ടിയാണ് ബാന ഹിൽസിന് മുകളിൽ ഒരു ടൗൺ പണിതത്. പിന്നീട് സൺവേൾഡ് എന്ന കമ്പനി ഈ സ്ഥലം ഏറ്റെടുത്ത് ടൂറിസം ടൗൺഷിപ്പാക്കി മാറ്റുകയായിരുന്നു. ഞങ്ങൾ കേബിൾ കാർ ഇറങ്ങിയത് ടായ്ഗ സ്റ്റേഷനിലാണ്. ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ടിൽ കണ്ടതുപോലെയുള്ള കരോസൽ ഇവിടെയുമുണ്ട്. മനോഹരമായി പെയിന്റ് ചെയ്ത കുറച്ച് വിൻറ്റേജ് കാറുകളും കാണാം.
യൂറോപ്യൻ ശൈലിയിലുള്ള കുറേ കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഫ്രഞ്ച് വില്ലേജിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. യൂറോപ്യൻ ടൗണിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച സ്ഥലമാണിത്. കല്ലുകൊണ്ടുള്ള വഴികൾ, കൊട്ടാരങ്ങൾ, പള്ളികൾ, ഫൗണ്ടെയിനുകൾ എല്ലാം ഒരുപാട് ഭംഗിയുള്ള ഫ്രഞ്ച് ശൈലിയിൽ നിർമ്മിച്ചതാണ്. നമ്മൾ യൂറോപ്പിൽ എത്തിയതുപോലെയാണ് ഇവിടെ വന്നാൽ തോന്നുക. ഇവിടെ കഫേകൾ, റെസ്റ്റോറൻറ്റുകൾ, ഷോപ്പുകൾ എല്ലാം കാണാം. അങ്ങനെ ഞങ്ങൾ നടന്നെത്തിയത് ബിയർ പ്ലാസയ്ക്ക് മുന്നിലാണ്. ഇതാണ് സൺക്രാഫ്റ്റിൻ്റെ ബ്രൂവറി, ബിയർ നിർമ്മിക്കുന്ന ഫാക്ടറി. നമുക്ക് എൻട്രൻസിൽ നൽകിയ കൂപ്പൺ ഇവിടെ കാണിച്ചാൽ ഫ്രീ ആയി ബിയർ ലഭിക്കും. ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു റെസ്റ്റോറൻ്റാണ് കാണാൻ കഴിയുക. ധാരാളം ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു വലിയ ഹോളാണിത്. ഇവിടെയാണ് നമുക്ക് കിട്ടിയ കൂപ്പൺ നൽകേണ്ടത്. പല ഫ്ലേവറിലുള്ള ബിയറാണ് ഇവിടെ ലഭിക്കുന്നത്. ഇതാണ് ഇവരുടെ ബ്രൂവറി. കണ്ടാൽ അതിശയിക്കും വിധം വലിപ്പമുള്ള ഫെർമെൻറ്റേഷൻ ടാങ്കുകളിലാണ് ഇവർ ബിയർ ഉണ്ടാക്കുന്നത്. ജർമ്മൻ രീതിയിലാണ് ഇവിടെ ബിയർ ഉൽപ്പാദിപ്പിക്കുന്നത്. 14 വലിയ ഫെർമെൻറ്റേഷൻ ടാങ്കുകളാണ് ഇവിടെ ഉള്ളത്. ഗോതമ്പ്, ബാർലി, ഹോപ്സ്, ഈസ്റ്റ് മുതലായവ ഉപയോഗിച്ചാണ് ഇവിടെ ബിയർ ഉണ്ടാക്കുന്നത്. ഓരോ ഫെർമെൻറ്റേഷൻ ടാങ്കും 12,000 ലിറ്റർ ബിയർ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നവയാണ്. ഇവിടെ ഒരു ഗൈഡ് ബിയർ നിർമ്മാണത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. They the Howland Lager, which named the Golden Brick beer in the 5% alcohol. Beer stronger in the 5.6% alcohol. They in the caramel coffee flavor. In the അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളാണ്. ഭംഗിയായി അലങ്കരിച്ച ചെടികളും പൂക്കളുമുണ്ട്. ഇവയിൽ ചിലത് കൃത്രിമമായി നിർമ്മിച്ച പൂക്കളാണ്. പച്ചപ്പ് നിറഞ്ഞ കെട്ടിടവും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ എത്തിയത് ഒരു പള്ളിയുടെ മുന്നിലാണ്. അവിടെ ഒരു സ്ത്രീ വളരെ ഭംഗിയായി വയലിൻ വായിക്കുന്നുണ്ട്. കുറച്ച് നടന്നപ്പോൾ ഗെയിംസിൻ്റെ കുറച്ച് കടകൾ കണ്ടു. വെറുതെ എറിഞ്ഞു നോക്കാമെന്ന് കരുതി കയറി. മൂന്നെണ്ണം എറിഞ്ഞതിൽ ഒരെണ്ണം മാത്രമാണ് കൊണ്ടത്. ഒരെണ്ണം കൊണ്ടാലും ഒരു പാവ ലഭിക്കും. ഋത്തുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാവ സെലക്ട് ചെയ്തു. പാവ കിട്ടിയതും പിന്നെ ഋത്തുക്കുട്ടി അതും പിടിച്ചായിരുന്നു നടത്തം. യൂറോപ്യൻ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളിൽ കോട ഇറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തതായി ഞങ്ങൾ പോയത് ആൽപൈൻ കോസ്റ്റർ റൈഡിനാണ്. ആൽപൈൻ കോസ്റ്റർ റൈഡ് ഉൾപ്പെടുന്ന ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. ഇവിടെ കാണുന്ന ടെറസിൽ നിന്നാൽ ആൽപൈൻ കോസ്റ്റർ റൈഡ് ചെയ്യുന്നത് കാണാൻ കഴിയും. അവിടെ ചെന്നപ്പോഴാണ് ആൽപൈൻ കോസ്റ്ററിന് 2 കൗണ്ടർ ഉണ്ടെന്നറിഞ്ഞത്. ആ കാണുന്ന ചുവന്ന കെട്ടിടത്തിലാണ് ഞങ്ങളുടെ ടിക്കറ്റ് കാണിക്കേണ്ടത്. ഋത്തുക്കുട്ടിയെയും ഭാഗ്യയെയും അവിടെ നിർത്തി ഞാൻ ആ കൗണ്ടറിലേക്ക് നടന്നു.
ഫാൻറ്റസി പാർക്കിൻ്റെ ഉള്ളിലാണ് ആൽപൈൻ കോസ്റ്ററിൻ്റെ കൗണ്ടർ. ഫാൻറ്റസി പാർക്കിൽ കുറേ റൈഡുകളാണുള്ളത്. അവിടെ വശത്തായി കൗണ്ടർ കണ്ടു. അവിടെ ക്യൂ നിന്ന് ടിക്കറ്റ് കാണിച്ച് ഉള്ളിലേക്ക് നടന്നു. അവസാനം റൈഡിൽ കയറി. നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാവുന്ന റൈഡാണിത്. എനിക്ക് മുൻപിൽ പോയത് കുറച്ച് പ്രായമുള്ള കപ്പിൾസ് ആയിരുന്നു. വളരെ പതുക്കെയാണ് അവർ പോകുന്നത്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാനും പതിയെ അവരുടെ പുറകെ പോയി. അങ്ങനെ ആൽപൈൻ കോസ്റ്റർ റൈഡിൻ്റെ പൈസ പോയ വിഷമത്തിൽ അങ്ങനെ ഇരുന്നു. പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ല. അങ്ങനെ റൈഡ് തീരുന്ന സ്ഥലമെത്തി. ഇവിടെ മുതൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. വണ്ടി തനിയെ മുകളിലേക്ക് കയറി തിരിച്ച് റൈഡ് തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കും. കുത്തനെയുള്ള കയറ്റമാണ്. അടുത്തത് ഭാഗ്യയുടെ ഊഴമായി. എനിക്ക് കിട്ടിയ പണി എന്തായാലും ഭാഗ്യയ്ക്ക് കിട്ടിയില്ല. ഭാഗ്യം. ആൽപൈൻ കോസ്റ്റർ റൈഡിൻ്റെ ഇടയ്ക്ക് 2 ഫോട്ടോ സ്പോട്ടുണ്ട്. അവരുടെ ക്യാമറയിൽ നമ്മുടെ ഫോട്ടോ എടുക്കും. നമുക്ക് ഇഷ്ടമായാൽ പൈസ കൊടുത്ത് വാങ്ങാം. അങ്ങനെ ഫോട്ടോസും വാങ്ങി ഉള്ളിലേക്ക് നടന്നു. ഇതൊരു ഡ്രോപ്പ് ടവറാണ്. 29 മീറ്റർ ഉയരത്തിൽ നിന്ന് നേരിട്ട് താഴേക്ക് പതിക്കുന്ന അഡ്വഞ്ചറസ് റൈഡ്. കുറേ കടകളുണ്ട്. ഡ്രസ്സുകളും ബാഗുകളും സുവനീറുകളും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങി പുറത്തേക്ക് നടന്നു. അവിടെ കുറച്ച് പേർ പെർഫോം ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ കൾച്ചറൽ ഡാൻസ് ആണ്. ഹാരി പോട്ടർ സിനിമയിൽ ഉള്ള പോലത്തെ പടുകൂറ്റൻ കെട്ടിടങ്ങൾ കാണാൻ എന്ത് ഭംഗിയാണ്. ഇവിടെ നിന്നാൽ ലൂവ് പിരമിഡിന്റെ മാതൃകയിൽ നിർമ്മിച്ച ഗ്ലാസ് പിരമിഡും അതിന്റെ പുറകിലായി പിങ്ക് കാസിലും കാണാം. അങ്ങോട്ടേക്ക് നടന്നു. ഫ്രാൻസിലെ ലൂവ് പിരമിഡിന്റെ മാതൃകയിലാണ് ഈ ഗ്ലാസ് പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് പിങ്ക് കാസിൽ. ബനാ ഹിൽസിലെ വളരെ ഭംഗിയേറിയ കെട്ടിടങ്ങളിൽ ഒന്നാണിത്. ഈ നടുക്ക് വെച്ചിരിക്കുന്നത് ഒരു വലിയ ഗൗണാണ്. ആളുകൾക്ക് അതിനു പുറകിൽ നിന്ന് ഫോട്ടോ എടുക്കാം. മോണോറെയിലിൻ്റെ പാളങ്ങളാണ് ഈ കാണുന്നത്. ഞങ്ങൾ അടുത്തതായി എത്തിയത് പിങ്ക് കാസിലും മനോഹരമായ ലൂണാർ കാസിലാണ്. ഉള്ളിൽ കുറച്ച് ഗെയിമിംഗ് ഏരിയയാണ്.
ബിൽഡിങ്ങിൻ്റെ നടുക്കായി വലിയ ഒരു ചന്ദ്രനെ തൂക്കിയിരിക്കുന്നത് കാണാം. അതിൻ്റെ നിറം മാറിക്കൊണ്ടേയിരിക്കും. നടന്നു തളർന്ന ഞങ്ങൾ അവിടെ കണ്ട മസാജിങ് ചെയർ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. 8 മിനിറ്റിന് 66 രൂപയാണ് ചാർജ്. ബാന ഹിൽസിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ബാന ഹിൽസ് മുഴുവൻ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നടക്കണം. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ കുറച്ച് ദിവസം രാവിലെ എഴുന്നേറ്റ് നടന്ന് സ്റ്റാമിന കൂട്ടിയിട്ട് വരുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നടന്ന് ഊപ്പാടിളകും. ഇനി ഞങ്ങൾ മോണോറെയിൽ കയറാൻ പോവുകയാണ്. ഇത് എല്ലാവർക്കും ഫ്രീ ആണ്. ആദ്യമായിട്ടാണ് മോണോറെയിലിൽ കയറുന്നത്. മലകളും താഴ്വരകളും കണ്ട് ഒരു ചെറിയ ട്രെയിൻ യാത്ര. 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ സ്റ്റോപ്പിലെത്തി. അവിടെ നിന്ന് നേരെ പോയത് കേബിൾ കാർ സ്റ്റേഷനിലേക്കാണ്. ഇനി ഞങ്ങൾ പോകുന്നത് ബാന ഹിൽസിലെ ഏറ്റവും ഭംഗിയേറിയതും ഇൻസ്റ്റഗ്രാമിൽ വളരെ ഫേമസ് ആയതുമായ ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ്. അഞ്ച് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിലെത്തി. സ്റ്റേഷന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ അതിമനോഹരമായ കാഴ്ച കാണാൻ കഴിയും. ഗോൾഡൻ ബ്രിഡ്ജിൽ നല്ല വെയിലും തിരക്കുമുള്ളതുകൊണ്ട് ബാക്കി കണ്ടിട്ട് വരാം എന്ന് കരുതി നടന്നു. ഇതെല്ലാം ഫോട്ടോഷൂട്ടിന് വേണ്ടി പണിത് വെച്ചിരിക്കുന്നതാണ്. ഒരു ഐസ്ക്രീം കട കണ്ടപ്പോൾ ഒരെണ്ണം മേടിച്ച് കഴിച്ചു. വളരെ മനോഹരമായ ഒരു കവാടമാണിത്. നടന്ന് ഞങ്ങൾ എത്തിയത് ലവ് ഗാർഡനിലാണ്. എന്തു ഭംഗിയായാണ് എല്ലാം അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് മിത്തോളജി ഗാർഡൻ. പ്രത്യേകിച്ചൊന്നുമില്ല, ആളുകൾക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള കുറച്ച് തൂണുകളാണ്. ഇത് ഒരു ഓപ്പൺ തിയേറ്റർ ആണെന്ന് തോന്നുന്നു. ചുറ്റിനും ആളുകൾക്ക് ഇരിക്കാനുള്ള പടികൾ കാണാം. ഇനി ഞങ്ങൾ പോകുന്നത് ഒരു ബുദ്ധക്ഷേത്രത്തിലേക്കാണ്. വിയറ്റ്നാം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ധാരാളം ആരാധനാലയങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. പ്രത്യേകിച്ച് ബുദ്ധക്ഷേത്രങ്ങൾ. വളരെ ഭംഗിയായി നിർമ്മിച്ച ധ്യാനത്തിലിരിക്കുന്ന ബുദ്ധൻ്റെ പ്രതിമയാണിത്. ഇതിനുള്ളിലും ബുദ്ധൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും കുറച്ച് പടികൾ ഇറങ്ങിപ്പോയാൽ ദൂരെ ഫ്രഞ്ച് വില്ലേജ് കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന മനോഹരമായ കാഴ്ച കാണാം. ഇത് വേറെ ഒരു ബുദ്ധക്ഷേത്രമാണ്. മുൻപിലായി ചിരിക്കുന്ന ബുദ്ധപ്രതിമ കാണാം. വളരെ മനോഹരമായ ഗോപുരവും താഴേക്ക് കുറച്ച് പടികളുമുണ്ട്. അമ്പലത്തിൻ്റെ വശത്തായി ഈ വഴിയിലൂടെ പോയാൽ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ബാന ഹിൽസിൻ്റെ ദൂരെ നിന്നുള്ള മലകളും മഞ്ഞും കേബിൾ കാറുകളും നിറഞ്ഞ കാഴ്ച അതിമനോഹരമാണ്.
ഒരു മയിലിൻ്റെ ശില്പമാണിത്. മയിൽപീലിയുടെ ആകൃതിയിൽ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിർമ്മിച്ചവരെ സമ്മതിച്ചേ മതിയാകൂ. ഇനി നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. ബാന ഹിൽസിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഗോൾഡൻ ബ്രിഡ്ജ്. 2018 ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. 2 വിശാലമായ കൈകൾ പാലത്തെ താങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ. 150 മീറ്റർ നീളമാണ് ഈ പാലത്തിനുള്ളത്. മലമുകളിൽ 1400 മീറ്റർ ഉയരത്തിലുള്ള ഈ പാലത്തിൽ നിന്നാൽ ദനാങ് നഗരവും കടലും കാണാൻ സാധിക്കും. കോട ഇറങ്ങിയതിനാൽ ഞങ്ങൾക്ക് അത് കാണാൻ സാധിച്ചില്ല. കോൺക്രീറ്റും സ്റ്റീലും ഉപയോഗിച്ചാണ് ഈ വമ്പൻ കൈകൾ നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഹാൻഡ് റെയിലുകൾ ഗോൾഡൻ കളറിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിന് ഗോൾഡൻ ബ്രിഡ്ജ് എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇനി ഞങ്ങൾ ഫ്രഞ്ച് വില്ലേജിലേക്ക് തിരിച്ചു പോവുകയാണ്. അവിടെ കാണാത്ത കുറച്ച് കാഴ്ചകൾ കൂടി ബാക്കിയുണ്ട്. ബാന ഹിൽസിലെ കേബിൾ കാറും മോണോറെയിലും തികച്ചും സൗജന്യമാണ്. സത്യം പറഞ്ഞാൽ ബാന ഹിൽസ് മുഴുവൻ ആസ്വദിച്ച് കണ്ടു തീർക്കാൻ 2-3 ദിവസമെടുക്കും. അത്രയും കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. ഇവിടെ താമസ സൗകര്യങ്ങളും ഉണ്ട്. ഏകദേശം 12,000 രൂപയ്ക്ക് മുകളിലാണ് ഒരു ദിവസത്തെ ചാർജ്. സന്ധ്യയായതോടെ ആളുകളുടെ തിരക്ക് കുറഞ്ഞു. ഇതിനു മുകളിൽ കുറച്ച് ബുദ്ധക്ഷേത്രങ്ങളുണ്ട്. ഇവിടുത്തെ ചെടികൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം എത്ര ജോലിക്കാർ വേണ്ടി വരും എന്നതായിരുന്നു എൻ്റെ മനസ്സിൽ ഉയർന്ന ചോദ്യം. അത്രയും ഭംഗിയായിട്ടാണ് ഓരോ ചെടിയും ഇവർ പരിപാലിച്ചിരിക്കുന്നത്. പടികളുടെ ഇരുവശത്തും ബോൺസായി ചെടികളും ബുദ്ധസന്യാസികളുടെ പ്രതിമകളും കാണാം. ഓരോ പ്രതിമയ്ക്കും വ്യത്യസ്ത ഭാവമാണ്. 18 ബുദ്ധസന്യാസികളുടെ പ്രതിമകളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് പടികൾ കയറി വേണം ബുദ്ധക്ഷേത്രത്തിലെത്താൻ. ചിരിക്കുന്ന ബുദ്ധൻ്റെ മാർബിളിൽ പണിത ശില്പമാണിത്. ഇത് വേറെ ഒരു ബുദ്ധക്ഷേത്രമാണ്. അമ്പലം അടച്ചിട്ടിരിക്കുകയാണ്. ലേഡി ബുദ്ധയുടെ ശില്പമാണ് ഇത്. തിരിച്ച് പടികളിറങ്ങി താഴെയെത്തി. ഇരുവശങ്ങളിലും കാണുന്നത് നേരത്തെ പറഞ്ഞ താമസ സൗകര്യമുള്ള ഹോട്ടലുകളാണ്. അങ്ങനെ നടന്ന് അവശരായി ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി കേബിൾ കാർ സ്റ്റേഷനിലേക്ക് നടന്നു. ഏഴ് മണിക്കാണ് ഇനി അടുത്ത കേബിൾ കാർ ഉള്ളത്. കുറച്ചുനേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. 7 മണിയായപ്പോൾ ഉള്ളിലേക്ക് നടന്നു. കൂടെ കുറച്ച് സൗത്ത് കൊറിയക്കാരുണ്ടായിരുന്നു. ഋതുക്കുട്ടി അവരുമായി നല്ല കൂട്ടായി. ഇരുപത് മിനിറ്റിന് ശേഷം ഞങ്ങൾ താഴെ സ്റ്റേഷനിലെത്തി. അങ്ങനെ വിസ്മയം നിറഞ്ഞ കാഴ്ചകൾ സമ്മാനിച്ച ബാന ഹിൽസിനോട് വിട പറഞ്ഞ ഞങ്ങൾ പുറത്തേക്കിറങ്ങി. തിരിച്ച് ദനാങ്ങിലേക്കാണ് പോകുന്നത്. രാവിലെ ഡ്രോപ്പ് ചെയ്ത ടാക്സി തന്നെയാണിത്. 6 ലക്ഷം VND ആണ് അപ്പ് ആൻഡ് ഡൗൺ ചാർജ്. ഇതാണ് സന്ത്രാ നൈറ്റ് മാർക്കറ്റ്.
ഇത് വൈകുന്നേരം 5 മണി മുതൽ 11 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ധാരാളം കടകളുണ്ട്. മിഠായികൾ, സ്ട്രീറ്റ് ഫുഡ്സ്, സൊവനീഴ്സ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ഡ്രസ്, പാവകൾ, ബാഗുകൾ, അങ്ങനെ നിരവധി സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് ഇവിടെ. ഇവിടെ നിന്ന് സാധനം വാങ്ങുമ്പോൾ നല്ലപോലെ വിലപേശണം. കാരണം നല്ലപോലെ വിലപേശിയിട്ടും ഞങ്ങൾ മേടിച്ച ചോക്ലേറ്റ്സിന് സൂപ്പർ മാർക്കറ്റിൽ അതിൻ്റെ പകുതി വിലയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഞങ്ങളും കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് മാർക്കറ്റിനോട് ചേർന്നുള്ള ഈ ബ്രിഡ്ജിലേക്കാണ്. ഇതാണ് ഡ്രാഗൺ ബ്രിഡ്ജ്. ദനാങ്ങിലെ പ്രശസ്തമായ ഒരു ബ്രിഡ്ജാണിത്. 666 മീറ്റർ നീളമുള്ള ഈ പാലത്തിൻ്റെ നടുവിലായി വലിയ ഒരു ഡ്രാഗൻ്റെ രൂപമുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും രാത്രി 9 മണിക്ക് ഇവിടെ ഫയർ ഷോ നടക്കാറുണ്ട്. അത് കാണാനുള്ള ആൾക്കൂട്ടമാണിത്. ഈ സമയത്ത് ബ്രിഡ്ജിലൂടെ വണ്ടികൾക്ക് യാത്ര അനുവദിക്കുകയില്ല. ഡ്രാഗൻ്റെ വായിലൂടെ ആദ്യമേ തീയും പിന്നീട് വെള്ളവും തുപ്പുന്നതാണ് ഫയർ ഷോ. വെള്ളം തുപ്പുന്ന സമയത്ത് അതിനടുത്തു നിൽക്കുന്നവർ നനയുന്നതിനാൽ പുറകെ മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇത് അതിൻ്റെ താഴെയുള്ള പാർക്കാണ്. കുറച്ചുനേരം അവിടെ ചിലവഴിച്ചു. അങ്ങനെ വിയറ്റ്നാമിലെ 3ാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.